അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് വന്നു തുടങ്ങിയത് ജനുവരി മാസം 4 മുതലാണ്. അതിനുശേഷം 3-4 ദിവസത്തിനുള്ളിൽ അഞ്ചാം സെമസ്റ്റർ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ റിസൾട്ട് വരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങളുടെ മാർക്കുകൾ, ഓരോ സെമസ്റ്റർ മാർക്കുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ചെയ്തിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ റിസൾട്ട് വന്ന് ഒരു മാസത്തിനടുത്തൊക്കെ ആകുമ്പോൾ നമ്മുടെ റിസൾട്ടുകൾ, ഓരോ സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടുകൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, എൻ്റെ വന്നിട്ടില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അങ്ങനെ കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ജനുവരി 4 ആണ് റിസൾട്ട് വന്നത്. ഇന്ന് ജനുവരി 22 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യണം. കൂടാതെ ചില സമയത്തൊക്കെ ജനറൽ മോഡറേഷൻ വഴി തോറ്റ വിദ്യാർത്ഥികൾ അവരുടെ സ്റ്റാറ്റസ് പാസ് എന്ന രീതിയിലേക്കും മാറാറുണ്ട്. മുൻ സെമസ്റ്റർ പരീക്ഷകളൊക്കെ റിസൾട്ട് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും തോറ്റ സബ്ജക്റ്റ് ജയിച്ചു എന്നല്ല പറയുന്നത്. ചിലവർക്കൊക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റിസൾട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, തോറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ആ സെമസ്റ്റർ പരീക്ഷകൾ റിസൾട്ട് നോക്കിയപ്പോൾ ഫെയിൽ എന്ന സ്റ്റാറ്റസിൽ നിന്ന് പാസ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുണ്ട്. അക്കാര്യം കൂടി ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. സപ്ലിമെൻ്ററി എക്സാം എഴുതണോ, ചിലപ്പോൾ ഒരു സെമസ്റ്ററിൽ ഒരു പേപ്പർ മാത്രമായിരിക്കും ഒരു കുട്ടി പോയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വളരെ ഉപകാരമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. തോറ്റവരിൽ ചിലർ ജയിച്ചു വരുന്നു, അതുപോലെ തന്നെ ജയിച്ചവരിൽ പലരും തോൽക്കുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അങ്ങനെയുള്ള പ്രതിഭാസമൊന്നുമില്ല. ജയിച്ചവർ ജയിച്ചു. തോറ്റവർക്കാണ് ഇങ്ങനെയുള്ള ജനറൽ മോഡറേഷൻ വഴി ജയിക്കാനുള്ള സാധ്യത ഉള്ളത്. വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെയുള്ള ആനുകൂല്യം കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടോ എന്ന് ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.